അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ. രാഘവോ, രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ദേ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ, അയ്യോ നീരതാളിപ്പുരുകുഴൽ പിടിപെട്ടുന്ന മിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. അപ്പോ അക്ഷരം വാ. വാര്യർക്ക് വായിക്ക് വല്ലതും തോന്നുവോ? വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. എത്ര നേരമായി കിടന്ന് വിളിക്കണോ? ആ, നമ്മുടെ ദാസപ്പൻകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടി കിണറ്റിൽ വീണു, അതൊന്ന് എടുക്കാനാ. മറക്കാതെ പറഞ്ഞേക്കണേ. അപ്പോ വാ. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. ആ നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു. താ അത്രയല്ലേ ഉള്ളൂ. താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്കാ. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു. ദാസപ്പാ, നിന്നെ തെക്കേടുത്ത ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു, അതൊന്നും എടുത്തു കൊടുക്കാനാ. അറിഞ്ഞറിഞ്ഞു, അങ്ങോട്ട് തന്നെയാ പോകുന്നത്. ആരാ? ആ, ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താനെടുത്തോ? ഇല്ല. താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നോ? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങോട്ടേക്ക്. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം, എനിക്കോ നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്നോ? അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ.
പാതാളക്കാരന്റെ എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിലിറങ്ങണേ? മാറമ്പള്ളിയുടെ താക്കോല് അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട, ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്. ദാസപ്പൻകുട്ടി എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ടാടക്ക്, വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഞാൻ ഏ? എന്താ ആരാ ഇത് തുറന്നത്? താക്കോൽ താക്കോലിട്. താക്കോലിട്. ദാസപ്പാരാ? വീശും ഞാൻ, പിന്നാലെ വരണ്ടോ? അയ്യോ പിന്നെ കൂടെ വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വീടെന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി ശ്രീദേവിന്ന് പിടിച്ചു വലിക്കരുതെന്നേ. പിടിക്കേ നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഒന്ന് നിർത്ത. അല്ല തമ്പ്യധ്യാനം എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൾ വേണം കയറിയോ? ഇതാര്? നമ്മുടെ പട്ടേരത്ത് പപ്പനാഥ സാറല്ലയോ? പത്മനാഭന അല്ലല്ലോ. അല്ല ഉണ്ണിത്താനധ്യാവല്ലോ. ഞാൻ ആകെ അങ്ങ് അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ. അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക.
കണ്ടില്ലല്ലോ. എടി ആരാടി എന്റെ മുണ്ടെടുത്തത്? എടി ആരാണെന്ന്? എടോ എടായോ? അതാരാ? ഞാനെന്ന് പറഞ്ഞ? ഞാനാ. ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? ആഹാ, എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട്. നല്ല കാര്യമായി, ഞാൻ കുളിക്കാൻ മറന്നു വെച്ചതാ. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാൻ ഇപ്പൊ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണണമായിരുന്നു. എപ്പോഴാ? എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഇടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. നിക്ക് വേറെ ആരും അറിയണ്ട, നമ്മള് രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലവരും ഇപ്പൊ കേട്ടോണ്ട് വന്ന എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം. നിങ്ങളുടെ മുണ്ടം ഒരു മനുഷ്യനോട് ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. അയ്യേ, താന്തിനെ ഇവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം. തട്ടുമ്പുറത്താണോ മൂത്രം? അല്ല, മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് മുട്ടിയിട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. എവിടെ മൂത്രം ഒഴിക്കും? ഇവിടെയോ? ഇവിടെ ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടി ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. കിണ്ടി 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 അല്ല കിണ്ടിയേ കിണ്ടി 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 കിണ്ടി. നിന്നെ അവഗണിച്ച് അവരിവിടെ ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ? സാരല്ല, എങ്ങനെ വരുമെന്ന് നോക്കാം. ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തമ പറഞ്ഞു. എന്നാലും ഒന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം. വെള്ളം തൊട്ടാൽ അപകട. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം വെള്ളം
വെള്ളം